ഹായ് ഹലോ ഗൈസ്, നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൊണ്ട് പഠിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുന്നത് സാനിയാണ് പഠിക്കുന്നത്. സാനി എത്രാമത്തെ ക്ലാസ് അത്? 9ാമത്തെ ക്ലാസ് അല്ലേ? ഓക്കെ, ഇപ്പോൾ 9ാമത്തെ ക്ലാസ്സിൽ സാനിയെ എങ്ങനെയൊക്കെ പഠിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഡ്രോയിങ് സംബന്ധമായിട്ടുള്ള ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നോക്കാം നേരെ പോകാം. നടക്ക് പറഞ്ഞല്ല, എന്തോ പറഞ്ഞല്ല. ആ നമ്മുടെ കൂട്ടത്തിൽ നിബിനുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നിബിനാണ് ഞാൻ ക്യാമറ എടുക്കാൻ പോണത്. ഹസാർ ലൈറ്റ് ഓഫ് ആക്കി, പിന്നെ പിന്നെന്താ ഹസാർ ലൈറ്റ് ഓഫ് ആക്കിയില്ലേ? ഹാൻഡ് ബ്രേക്ക് വേണ്ട. ഓക്കെ, അത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടോ? മറന്നുപോയാ? മറ്റേ ബാക്ക് നോക്കണ്ടേ? സാനിയിപ്പോ 9ാമത്തെ ക്ലാസ് തന്നെയാണ്. ഞാനിഞ്ഞൊന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ചുമ്മാനെ ഇങ്ങനെ കൈകൊണ്ടിരിക്കുള്ളൂ ഓടിച്ചോളാൻ വേണ്ടി. അതാ തിരിച്ചങ്ങോട്ട് പോകണം കേട്ടാ. വളക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തണേ. സ്ഥലം നോക്കി. ആ, ഇവിടെ സ്പേസ് ഉള്ള സ്ഥലം വളക്കാൻ വേണ്ടി. സ്പേസിന്റെ ലെഫ്റ്റിലേക്ക് വളക്കാനാവും. ലെഫ്റ്റിലേക്ക് റിവേഴ്സിലേക്ക് വളക്കാനാവും. എ സി വളക്കാം. അപ്പം ആ നോട്ട് ക്യാൻസലായി പോകും. ആ ക്ലാസ് കയറിക്കും പോലെ നിവിനെ ആ ഇവിടെ സ്ഥലമുണ്ട്. വളയോ നമ്മുടെ ബാക്ക് എപ്പോഴും ആ വളയണ സ്പേസിന്റെ അവിടെ എത്തണം. അതായത് ഏകദേശം ആ പോസ്റ്റിന്റെ നേരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് കൂടെ അപ്പോൾ ഇത്ര സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി എന്താ പറ്റി ഇറക്കി വേണ്ട ഇറങ്ങിപ്പോ. അപ്പം എന്താണ് ഹാഫ് ക്ലച്ച് കൊണ്ടുകൊണ്ട് ബ്രേക്ക് വിടാൻ പാടുള്ളൂ. ഓഫായി പോയി. ബ്രേക്ക് വിട്ട് പിടിക്കില്ല, വണ്ടി വീട്ടിൽ പോയി മുമ്പോട്ട് പോകും. ഹാഫ് ക്ലച്ച് കൊണ്ടുവന്നേ ബ്രേക്ക് വിടാൻ പാടില്ല. ഓഫായി പോയി. എന്നല്ല ഒരു കയറ്റമല്ലേ, ചെറുതായിട്ട് ആക്സിഡന്റ് കൊടുക്കണം. ഹാഫ് ക്ലച്ച് കൊണ്ടുവന്നേ ചെറുതായിട്ട് ആക്സിഡന്റ് കൊടുക്കണം, നല്ല കയറുള്ളൂ കേട്ടാ. ചെറുതായിട്ട് ആക്സിഡന്റ് കൊടുക്കണം, അപ്പോൾ കയറുള്ളൂ. നോക്കണ ബാക്കില് വീണ്ടും ഓഫായി. ആക്സിഡന്റ് കൊടുക്കാതെ കയറൂല വണ്ടി, അങ്ങനത്തെ കയറ്റമാണത്. ചെറിയ കട്ടിങ് ആണത്. ആക്സിഡന്റ് കൊടുക്കാതെ വണ്ടി ആണെങ്കിൽ മൂല ഇടുന്നു. വിളിച്ചിട്ട് അറിയില്ല എത്ര നേരമാണ് നമ്മൾ നിൽക്കും. നാളെ നേരം വെളുത്താലും വണ്ടി പോലും ഇവിടുന്ന്. പക്ഷെ സംഗതി പലപ്പോഴും ചവിട്ടിയത് ബ്രേക്കില്ല. ബ്രേക്ക് മാത്രമേ കിട്ടുള്ളൂ, വണ്ടി ഓഫ് ആയിപ്പോയി.
ക്ലച്ച് എവിടെ ബ്രേക്ക് ഉണ്ട് കേട്ടാ. ഇനിയിപ്പോ സൈഡ് കൊടുക്കണ്ടല്ലോ. ഞാനോടെ ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളില്ല. വീണ്ടും ഓഫ് ആയിപ്പോയി. എന്തുകൊണ്ട്? ക്ലച്ച് ചവിട്ടിയില്ലേ? കുറച്ചുകൂടെ അല്ലെങ്കിൽ നോക്കി വളയാൻ കിട്ടില്ല. ചിലപ്പോ കുറച്ചുകൂടി പോയിക്കോ പോകുമ്പോട്ട് അല്പം കൂടെ നേരെ ഒന്നും നല്ല സിമ്പിളായിട്ട് വളച്ചെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് വളച്ചെടുക്കാൻ പറ്റും. കയറാൻ വേണ്ടി മാത്രം ആക്സിഡന്റ് കൊടുക്കാൻ പോള്. കയറി കഴിഞ്ഞാൽ ആക്സിഡന്റ് വിട്ടോളാം കേട്ടാ. ഈ സംഭവം അതെ അതെ. നോക്കണം. ആക്സിഡന്റ് കൊടുക്കാതെ കയറില്ല മോളെ. ബ്രേക്ക് വിട്ടു. ബ്രേക്കിന് ആവശ്യം കഴിഞ്ഞില്ലേ? വണ്ടി എടുത്തില്ലല്ലോ നമ്മള്. ക്ലച്ച് എടുത്തില്ല എന്നെ വണ്ടി എങ്ങനെ പോകും? ആ ക്ലച്ച് ചവിട്ടി പിടിച്ചല്ലേ എന്നെ വണ്ടി സ്ലോപ്പല്ലേ ഇങ്ങോട്ട്. വണ്ടി പുറകോട്ട് തന്നെ പോകുന്നത് തന്നെ. ക്ലച്ചിന് വൈബ്രേഷൻ പോയിന്റ് കൊണ്ടുവന്ന് ബ്രേക്ക് വേണം. വണ്ടി നോക്ക്. ആകാശം നോക്കിണ്ടെങ്കിൽ ബ്രേക്ക് വേണം. വൈബ്രേഷൻ പോയിന്റ് വന്നില്ല ക്ലച്ച്. ഇപ്പൊ കൂടിപ്പോയി. എന്റെ മുകളിലേക്ക് പോയി. ഇങ്ങനെ ആലോചിക്കണം. ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ആലോചിക്കുന്ന അങ്ങനെ നിൽക്കുന്ന പരിപാടിയല്ല ഇത്. ഡ്രൈവിങ് നമ്മൾ റോഡില് ഡ്രൈവിംഗ് പഠിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചൊക്കെ ചെയ്താൽ മനസ്സിലാ. ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ എഴുതാം ചിലപ്പോൾ. ഇത് റോഡിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. റോഡാണിത്. വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടം എപ്പോഴും നമുക്ക് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് നോട്ടം ഉണ്ടായിരിക്കണം. ചേട്ടപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഏട്ടാ. ഇതൊക്കെ ഹാഫ് ക്ലച്ച് ഉണ്ട് നമ്മള്. ബ്രേക്ക് വിട്ടാ അപ്പൊ അത് ആക്സിഡന്റ് കൊടുക്കും. അതെ കൊടുക്കണം. ഹാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ട് മതി. ബ്രേക്ക് വിട്ടു. അപ്പൊ അതൊക്കെ ആക്സിഡന്റ് കൊടുക്കും. അതൊക്കെ ആക്സിഡന്റ് കൊടുത്തോ ആക്സിഡന്റ് കൊടുത്തോണ്ട് ക്ലച്ച് പതുക്കെ പതുക്കെ കയറി കഴിയുമ്പോൾ ആക്സിഡന്റ് നല്ല വണ്ടി ക്ലച്ച് വിട്ടു. കുറച്ച് കളിച്ചല്ലേ അവിടെ. അല്ല മോളെ അതെ ഇപ്പൊ മോളിപ്പോ എത്ര 9 ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു ക്ലാസ് എത്ര മിനിറ്റ്? 20 മിനിറ്റല്ലേ ക്ലാസ്. ചിലപ്പോ 5 മിനിറ്റ് കൂടുതൽ എന്നാലായി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറച്ച് പഠിക്കാണ്ട്. ക്ലച്ച് കൺട്രോൾ അതൊക്കെ പഠിച്ചാലേ അതിലേക്ക് വരുള്ളൂ കേട്ടാ. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിപ്പിക്കും. ഇപ്പൊ അതൊക്കെ അനുഭവം ആയില്ലേ ഇപ്പൊ അത്. നമ്മൾ കയറ്റി നിർത്താനൊക്കെ പഠിപ്പിക്കും. കാരണം അതൊക്കെ ചെയ്താലേ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പാസ്സാകും. പോയിക്കോ. സ്ഥലമില്ല കയറ്റിവിടാൻ വേണ്ടി. കാരണം ആ വണ്ടി ഒന്നുണ്ടിരിക്കല്ലേ. കയറ്റിനാലും ബസ്സിൽ പോകാൻ സ്ഥലമില്ല. അപ്പൊ മോള് പോവുക. സ്പീഡിൽ ഓടിച്ച് പോവുക. സ്ഥലം കിട്ടുമ്പോൾ ഒതുക്കി കൊടുക്കുക. സ്ഥലമൊന്നുമില്ല ഇവിടെ. ഒതുക്കാൻ സ്ഥലമൊന്നുമില്ല. മോളെ സ്പീഡിൽ പോയാൽ മതി. ഒതുക്കി കൊടുക്കാണെന്ന് ചിലപ്പോൾ ബസ് ബാക്കിലായില്ലേ. തിരിച്ചേക്കണോടെ
ആക്കാനുള്ള സ്പീഡായാ ഈ ലൈൻ കണ്ട റോഡ് മാർക്കിങ്സ് കണ്ട ഇതൊക്കെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അതായത് ഓരോ റോഡ് മാർക്കിങ്സിനും ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ ബ്രോക്കൺ ലൈൻ എന്ന് പറയുന്നത് ഈ ബ്രോക്കൺ ലൈനുള്ള സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ മുറിച്ച് കിടക്കാം അപ്പുറത്തേക്ക് ആവശ്യമെങ്കിൽ. വളവുകളൊക്കെ വരില്ലേ, വളവുകളൊക്കെ വരുമ്പോഴത്തേക്കും അത് സോളിഡ് ലൈനുകളായിട്ട് മാറും, മുറിയാത്ത ലൈനാവും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പാടില്ല കേട്ടാ. റോഡ് മാർക്കിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എവിടാ ചെറിയൊരു വളവായിരുന്നത് കാരണം നമുക്ക് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് തന്നെ ഈ മോള് കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും സോളിഡ് മാർക്കിംഗ് വരും. സോളിഡ് മാർക്കിങ്സ് വേണ്ട. അതെ, ഒരു വണ്ടി വട്ടം വരുന്നു, എന്ത് ചെയ്യും, സ്ലോ ആക്കി. വെരി ഗുഡ്. എന്നിട്ട് ഡൗൺ ചെയ്യും അല്ലേ. നോക്കിയ സോളിഡ് മാർക്കിങ്സ് ഒക്കെ കണ്ട നോക്കി. വളവിന് ഒരിക്കലും നമ്മൾ അപ്പുറത്തേക്ക് പൂർത്തി കിടക്കാൻ പാടില്ല. പിന്നെ വളവ് വളക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് വളക്കാതിരിക്കുക കേട്ടാ. ചെക്കന്മാരും കൊണ്ട് അതെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ മുറിച്ച് നടക്കേണ്ടി വരും കേട്ടാ. കാരണം അവന്മാരെ മാറിയില്ലെങ്കിൽ ഞാൻ ആശാ പറഞ്ഞിട്ടുണ്ട് മാർക്കിങ് മുറിച്ച് കിടക്കാൻ പാടുന്നുണ്ട്, അവരെ കൊണ്ട് മുട്ടിക്കരുത് കേട്ടാ. അതെ അതെ, ഒരു വണ്ടി ഓവർടേക്ക് കണ്ടിട്ടുണ്ട്. എന്താ ഓവർടേക്ക് അനുവദിക്കണം, കാല് ബ്രേക്കിൽ വെച്ച് കൊടുക്കണം. കാരണം ആ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടി നിന്റെ മുന്നിലേക്കായി വരണം, മുന്നിലേക്കായി കൊണ്ടുവരണം കേട്ടാ. പതിയെ ബ്രേക്കോട്ട് ന്യൂട്രൽ ഹാൻഡ് വെക്കട്ടെ. വീട് കട്ട് ചെയ്തോ.